അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സ്വാഹിബുൽ ബുറാഖ് ലക്കൽ മുൽക്കു വഅലൈക തവക്കുൽ. ഇന്ന് സംസാരിക്കുന്നത് കൃത്യസമയത്ത് ഉറക്കിൽ നിന്ന് ഉണരാനുള്ള നല്ലൊരു ആത്മീയ ചികിത്സാ രീതിയെ സംബന്ധിച്ചാണ്. ഫതുഹുൽ മലിക്കുൽ മജീദ് പോലുള്ള നിരവധി ചികിത്സാ ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ഇമാം ദൈറബി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഈ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പായി ചില ആയത്തുകൾ ഓതാനുണ്ട്. ആ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ നാം ഏത് സമയത്താണോ ഉണരാൻ ഉദ്ദേശിച്ചത് ആ സമയത്ത് നമുക്ക് ഉണരാൻ സാധിക്കും. പ്രത്യേക സമയത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ടതുണ്ട് എങ്കിൽ ഈ ആയത്തുകൾ ഓതിക്കിടന്നാൽ മതി. പ്രത്യേക സമയത്ത് എഴുന്നേറ്റ് രാത്രിയുടെ അവസാന യാമങ്ങളിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടതുണ്ട്, എന്നാൽ ഈ ആയത്തുകൾ ഓതിക്കിടന്നാൽ മതി. അലാറം വെച്ച് കിടന്നാലും ചിലപ്പോൾ അലാറം അടിക്കുമ്പോൾ അത് അലാറം ഓഫാക്കിയിട്ട് പിന്നെയും കിടന്നുറങ്ങുന്ന അവസ്ഥ പലരും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ആയത്ത് ഓതിയാൽ പ്രത്യേകമായ ഒരു ആത്മീയ പരിവേഷത്തോടെ ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്? ഇമാം ദൈറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൻ ഖറഅ ഖബ്ല അൻ യനാമ ആയത്ത ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഹത്താ അഹദ. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 4 ആയത്തുകളെയാണ് ഈ പരിചയപ്പെടുത്തുന്നത്. ഈ ആയത്തുകളെ ഉറങ്ങുന്നതിൻ്റെ മുമ്പായി ഒരാൾ ഓതിക്കിടന്നാൽ ഇസ്തയ്ഖല ഫിൽ വഖ്തിൽ മുഹദ്ദദി, കൃത്യസമയത്ത് അവൻ ഉറക്കിൽ നിന്ന് ഉണരുന്നതാണ്. അപ്പോൾ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 4 ആയത്തുകൾ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്ന് തുടങ്ങിയിട്ട് ആ സൂറത്തിൻ്റെ അവസാനം അഹദ എന്ന് കാണാം. ഈ അഹദ വരെ 4 ആയത്തുകൾ ഉറങ്ങുന്നതിന് മുമ്പായി ചൊല്ലിക്കിടക്കുക. എന്നാൽ ഉദ്ദേശിച്ച സമയത്ത് ഉണർന്നുകൊണ്ട് നാം ഉദ്ദേശിച്ച പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് സജീവമാവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഉണർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇഹപരവിജയികളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ കൂട്ടുകുടുംബാദികളെയും ഉസ്താദുമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.